Now we discuss the Zeeman effect. Zeeman effect is the splitting of spectral lines in the presence of a magnetic field. We know that in an electric field, an electric dipole experiences a torque. Suppose we have an electric field along this direction and we have an electric dipole along this, which makes an angle theta with respect to the field. So we know that there is a torque acting on this dipole to rotate the dipole along the field direction, and this torque is given by P. This is the dipole moment of this dipole P. So the torque acting on this dipole is P cross E. So you have studied this in electric field in matter. So this torque will rotate this dipole along the field direction. Already dipole field direction laanengil adil torque onnu act cheyilla. Pakshe idu oru field in a particular angle aanu ee dipole situate cheyyunengil there is a torque acting on the dipole to rotate the dipole in the field direction. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ മാഗ്നറ്റിക് അനലോഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സപ്പോസ് വി ഹാവ് എ മാഗ്നറ്റിക് ഡൈപോൾ വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ ദി magnetic field. So we can represent this magnetic dipole moment by mu. ചില ഇതിലും m എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ mu ആണ് യൂസ് ചെയ്യുന്നത്. So there is a torque which is acting on this magnetic dipole to rotate the dipole along the field direction. So which is tau is equal to mu cross b, mu b sin theta. So this torque is maximum when theta is equal to 90 degree. ഈ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് അലൈൻ ചെയ്യുമ്പോഴാണ് ഈ ടോക്ക് മാക്സിമം ആവുക. എന്നിട്ട് അതിന് അത്രയും 90 ഡിഗ്രിയിലൂടെ റൊട്ടേറ്റ് ചെയ്തതിനെ ഫീൽഡ് ഡിറക്ഷനിലേക്ക് അലൈൻ ചെയ്യണം. അപ്പോൾ തീറ്റ 0 ആകുമ്പോൾ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഫീൽഡും അതുപോലെ തന്നെ ഡൈപോളും ഒരേ ഡിറക്ഷനിലായതുകൊണ്ട് അവിടെ ഒരു ടോക്ക് ഉണ്ടാവില്ല. സൈൻ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും, തീറ്റ 0. സോ ദിസ് tau is maximum when theta is equal to 90 degree. അപ്പോൾ നമുക്കറിയാം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഇതിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ there is a work done. So this work done to rotate the dipole along the field direction is converted as potential energy. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ട്രാൻസ്ലേഷൻ മോഷന്റെ കേസിൽ നമുക്കറിയാം ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ ആണ്. അത് നമുക്ക് റൊട്ടേഷണൽ മോഷൻ ആണ് ഇവിടെ നമുക്ക് അപ്പൊ ഇത് വരുന്നത്. കാരണം ടോക്ക് ആക്ട് ചെയ്ത് അലോങ് തീറ്റ ഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ടോ ഡി തീറ്റ. അപ്പൊ ഇവിടെ നമുക്കൊരു ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു റെഫറൻസ് ചൂസ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം തീറ്റ 0 എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഇത് ഇനീഷ്യലി ഡൈപോള് 0-ലാണെങ്കിൽ there is no torque acting at all. അപ്പൊ അതുകൊണ്ട് നമ്മളിത് 0 ചൂസ് ചെയ്യില്ല. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്നത് π/2 ആണ്. π/2-ലാവുമ്പോഴാണ് നമ്മൾ പറഞ്ഞു മാക്സിമം ടോർക്ക് ആക്ട് ചെയ്യുക. ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് അലൈൻ ചെയ്യുമ്പോഴാണ് അത് ടോർക്ക് ആക്ട് ചെയ്ത് അത് ഫീൽഡ് ഡിറക്ഷനിൽ വരുന്നത്. ഓൾറെഡി ഫീൽഡ് ഡിറക്ഷനിലാണെങ്കിൽ പിന്നെ അതിലൊരു ടോർക്ക് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ അപ്പൊ π/2 ആയിട്ട് എടുക്കുക ഈ റെഫറൻസ്. π/2 ഒരു പെർട്ടിക്കുലർ ആംഗിൾ തീറ്റയിലേക്ക് നമുക്ക് ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇന്റഗ്രൽ π/2 ടു തീറ്റ നമ്മൾ പറഞ്ഞു മ്യൂ ക്രോസ് ബി അല്ലെ, മ്യൂ ബി സൈൻ തീറ്റ ഡി തീറ്റ. അപ്പൊ നമ്മൾ തീറ്റയിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മ്യൂ ബി ഇന്റഗ്രലിന് പുറത്തെടുക്കാം. ഇന്റഗ്രൽ π/2 ടു തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ. സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ അറിയാം മൈനസ് കോസ് തീറ്റ. അപ്ലൈങ് ദി ലിമിറ്റ്സ് we will get minus can be taken out here and applying the limits. Minus mu b cos theta minus cos π/2. cos π/2 എന്ന് പറയുന്നത് 0 ആണ്. So minus mu b cos theta. So this is the potential energy of the magnetic dipole which is placed in a magnetic field.
ഈ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം തീറ്റ π/2 ആവുമ്പോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. ഇതാണ് അതിന്റെ മാക്സിമം വാല്യൂ. ഇനി തീറ്റ, കാരണം ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്, 0യേക്കാളും കുറവല്ലേ. തീറ്റ 0 ഡിഗ്രി ആവുമ്പോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -μb, മിനിമം വാല്യൂ. മിനിമം കാരണം ഇത് നെഗറ്റീവ് ആണ്. സോ എപ്പോഴും നമുക്കറിയാം ഒരു സിസ്റ്റം മിനിമം എനർജി സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനാണ് ഫേവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൈപോൾ എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ 90 ഡിഗ്രിന്നോ ഒക്കെ എപ്പോഴും അത് 0യിലേക്ക് ഓറിയന്റ് ചെയ്യും. അതായത് ഒരു ടോക്ക് ആക്ട് ചെയ്തിട്ട് അത് ഫീൽഡ് ഡിറക്ഷനിൽ ഓറിയന്റ് ചെയ്യും. അപ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുന്നത്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. So a system always favors a minimum energy state. So the dipole will always orient along the field direction. So a torque is acting on the dipole so that the dipole will align in the field direction. So UM is minus μb cos theta for a general case. So in the external magnetic field, magnetic dipole has an amount of potential energy UM that depends on mu and the orientation of the dipole moment with respect to the field. So we have seen this torque is μb sin theta, and here theta is the angle made by this magnetic dipole with respect to the field. അതിന്റെ പ്രൊജക്ഷൻ ഫീൽഡ് ഡയറക്ഷനിൽ p cos theta ആയിരിക്കും. So now the reference configuration is taken as theta equal to π/2. So that is corresponding to that the potential energy is 0. So the potential energy at any other orientation is equal to the external work that must be done to rotate the dipole from theta equal to π/2, the reference configuration, to an arbitrary angle theta that correspond to that orientation. നമ്മൾ ഓൾറെഡി ചെയ്തു. UMS ഇന്റഗ്രൽ π/2 to theta 2d theta ആണ് minus μb cos theta. Then when mu and b are in the same direction, that means when theta equal to 0, UMS minus μb, the minimum value. So the magnetic dipole always tend to align itself with the external magnetic field. But field direction align ചെയ്യാൻ എപ്പോഴും try ചെയ്യുന്നു, because the field direction it has got the minimum energy. നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ അവിടെ മാഗ്നറ്റിക് ഡൈപോൾ വന്നത് എങ്ങനെയാണ്. The electron is revolving around the nucleus in a circular path. അപ്പൊ അതൊരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നതുകൊണ്ട് ഏതൊരു പാർട്ടിക്കിൾ റിവോൾവ് ചെയ്യാലും നമ്മൾ പറഞ്ഞു there is an angular momentum which is acting perpendicular to the plane of revolution. ഇവിടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് റിവോൾവ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്കറിയാം ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് കറന്റ് ഫ്ലോ ഉണ്ടാവും. ഇതൊരു കറന്റ് ലൂപ്പ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിന്റെ ഒരു കറന്റ് ലൂപ്പിന് പറഞ്ഞാൽ കറന്റ് ലൂപ്പ് ഇസ് ഇക്വലന്റ് ടു എ മാഗ്നറ്റിക് ഡൈപോൾ. അപ്പൊ ഇതൊരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ടും ആക്ട് ചെയ്യും നമുക്കറിയാം. സോ there is a magnetic dipole moment for this configuration. അപ്പോൾ ഇതിന് ആംഗുലർ മൊമെന്റം മാത്രമല്ല, ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും മ്യൂ ഉണ്ട്. ഈ മ്യൂവും ഈ ആംഗുലർ മൊമെന്റവും റിലേറ്റഡ് ആണ്. ആംഗുലർ മൊമെന്റം എല്ലാ റിവോൾവിംഗ് പാർട്ടിക്കിൾസിനും ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് റിവോൾവ് ചെയ്യുന്നത് കൊണ്ട് അതിനൊരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും മ്യൂ ഉണ്ട്. സോ ദിസ് magnetic dipole moment mu and the angular momentum L are related. സോ അത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അതായത് നമുക്ക് ഈ മ്യൂവിനെ എല്ലിന്റെ ടേമിൽ എഴുതണം. സോ വി ഹാവ് ടു റൈറ്റ് ദി മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇൻ ടേംസ് ഓഫ് ദി ആംഗുലർ മൊമെന്റം വെക്ടർ. അങ്ങനെ ആംഗുലർ മൊമെന്റം വെക്ടർ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ നമുക്ക് അറിയാം, ഇറ്റ്സ് ക്വാണ്ടൈസ്ഡ് അല്ലെ. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു റൈറ്റ് ദിസ് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇൻ ടേംസ് ഓഫ് എൽ. അപ്പൊ നമുക്കറിയാം മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു ലൂപ്പിന് നിങ്ങൾക്ക് അറിയാം ഇറ്റ് ഇസ് n into I into a അല്ലെ. ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്.
ഇപ്പൊ കറന്റ് വരുന്നു, ഏരിയ വരുന്നു, ആൻഡ് നമ്പർ ഓഫ് ദി ലൂപ്സ്. ഇപ്പൊ ഇവിടെ നമ്പർ ഓഫ് ലൂപ്പ് 1 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും mu is equal to I into A, the current into the area of the loop. അപ്പൊ നമ്മള് ഇലക്ട്രോൺ ഇപ്പൊ ക്ലാസിക്കൽ വെച്ചിട്ട് ചെയ്യാട്ടോ, ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ട്സ് വെച്ച് ചെയ്തു കഴിഞ്ഞാലും ഇതേ റിസൾട്ടാ കിട്ടുക. പക്ഷെ അത് നിങ്ങൾക്ക് UG ലെവൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ ക്ലാസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാൻ പെർട്ടിക്കുലർ റേഡിയസ് R-ലാണ് ഇത് റിവോൾവ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ഇതിൽ A എന്ന് പറയുന്നത് ഈ ലൂപ്പിന്റെ ഏരിയയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു πr². ഇനി കറന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഒരു ഇലക്ട്രോൺ ആണ് റിവോൾവ് ചെയ്യുന്നത്. ഇലക്ട്രോണിന്റെ ചാർജ് നമുക്കറിയാം -E ആണ്. So suppose this electron is revolving with a frequency f. f എന്ന് പറയുന്ന ഫ്രീക്വൻസിയിൽ റിവോൾവ് ചെയ്യാന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെ കറന്റ് കണ്ടുപിടിക്കുക? I is equal to Q/T. ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് -E ആണ്, ആൻഡ് അതൊരു ടൈം പീരീഡ് ആണ് ഇവിടെ എടുക്കേണ്ടത് അല്ലെ. അപ്പോ നമുക്കറിയാം f എന്ന് പറയുന്നത് 1/T ആണ്. സോ നമുക്ക് ഇതിനെ Q into F എന്ന് എഴുതാം. ഇവിടെ ഇലക്ട്രോണിന്റെ ചാർജ് -E ആയതുകൊണ്ട് -E into F ആണ് ഇവിടുത്തെ കറണ്ട് വരുന്നത്. അതുപോലെ ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, πr². And therefore the magnetic moment mu is equal to I into area, current into area, which is -EF into πr². ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാം. ആംഗുലർ മൊമെന്റം നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് m into v into r അല്ലെ. ഇപ്പൊ ഇങ്ങനെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് v അറിയാം അല്ലെ. v എന്ന് പറയുന്നത് r⍵, v equal to r⍵. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ mr² ഒമേഗ എന്ന് പറയുന്നത് അവിടെ 2πf ആണ്. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക mr² into 2πf. അപ്പൊ അങ്ങനെയും കാണാട്ടോ. v അല്ലാതെ നമ്മൾ വേറെ രീതിയിലും കണ്ടുപിടിക്കാം. നമുക്കറിയാം v എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, അതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ടേക്കൺ എന്ന് പറയുന്നത് ഇതിന്റെ സർക്കംഫറൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ v നമുക്ക് സർക്കംഫറൻസ് ബൈ ടൈം എന്ന് കണ്ടുപിടിക്കാം. ഇങ്ങനെ കണ്ടുപിടിക്കാം, അതായത് 2πr into f തന്നെയാണ് r⍵. ഇങ്ങനെ കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. Then equation number 1 divided by equation number 2 minus EF into πr². അതാണ് ഇക്വേഷൻ നമ്പർ 1 വരുന്നത്. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ mr² into 2πf. mr² 2πf. അപ്പൊ ഇവിടെ നോക്കിക്കേ, പൈ കട്ട് ചെയ്ത് പോയി, r² കട്ട് ചെയ്ത് പോയി, f കട്ട് ചെയ്ത് പോയി, minus E by 2m. So this is equal to mu divided by L. So the ratio of magnetic moment to angular momentum for an electron in the hydrogen atom is given by -E by m. So this value is called the gyromagnetic ratio, which is the ratio of magnetic moment to angular momentum. Is called the gyromagnetic ratio, mu divided by L. And for an electron in this hydrogen atom, the gyromagnetic ratio is turned to be -E by 2m, where E is the charge of the electron and m is the mass of the electron. ഈ എക്സ്പ്രഷൻ വഴി നമുക്ക് ആംഗുലർ മൊമെന്റും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ കാണാം. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇസ് ദി ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ടൈംസ് ദി ആംഗുലർ മൊമെന്റം വെക്റ്റർ. സോ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ നെഗറ്റീവ് ആണെന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ ഈ ആംഗുലർ മൊമെന്റവും മാഗ്നറ്റിക് മൊമെന്റും ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും. ആംഗുലർ മൊമെന്റ് എങ്ങനെയാണെങ്കിൽ
magnetic moment താഴോട്ടായിരിക്കും. This is due to the negative charge of the electron. So we have written the magnetic moment of the orbital electron in terms of the angular momentum. So here the electron makes f revolutions per second in a circular orbit of radius r. So that means f is the frequency of a revolution, and we have written L in terms of the frequency. So omega is the angular frequency, which is equal to 2 pi f. So നമുക്കറിയാം ഒരു ചാർജ് പാർട്ടിക്കിൾ ആണ് ഓസിലേറ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ അതൊരു കറന്റ് ലൂപ്പായിട്ട് ആക്ട് ചെയ്യും. അതിനൊരു ഡൈപോളിന് ഇക്വലന്റ് ആയിരിക്കും. സോ ദർ ഇസ് എ ഡൈപോൾ മൊമെന്റ് I into A. And we have seen that since the electron is having a negative charge, this angular momentum and the magnetic moment are in the opposite directions. So here the gyromagnetic ratio is negative. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ മൊമെന്റും ആംഗുലർ മൊമെന്റും സെയിം ഡിറക്ഷനിലായിരിക്കും. ഇൻ ദാറ്റ് കേസ് ദി ഗൈറോമാഗ്നെറ്റിക് റേഷ്യോ ഇസ് പോസിറ്റീവ്. So suppose the electron is revolving around the nucleus in xy plane, then the angular momentum is along positive z direction and the magnetic moment is along negative z direction. So we have written nu is equal to minus E by 2m into L. So here minus E by 2m that involves only the charge and mass of the electron. So this quantity minus E by 2m is called the gyromagnetic ratio. It's the ratio of magnetic moment to the angular momentum. So the gyromagnetic ratio here is negative due to the negative charge of the electron. So therefore mu is in the opposite direction of the angular momentum. So we have derived the expression for the magnetic moment using classical mechanics. Classical revolution ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മളിത് ഡിറൈവ് ചെയ്തത്. But when we use quantum mechanics, we will get the same result. So let me call this expression as equation number 3. So we have found the magnetic potential energy as um is equal to minus mu b cos theta. So this one is equation number 4. So we have to substitute equation number 3 in equation number 4. So instead of mu we have to substitute minus E by 2m into L. So we have um is equal to minus E by 2m L b cos theta, and there is a minus over here. Minus minus will be plus over here. L b cos theta. So EL by 2m into b cos theta. So this is termed as equation number 5. So here L is the magnitude of the angular momentum and b is the magnitude of the magnetic field, and cos theta is of the cos of the angle between L and B. അപ്പോൾ L നമുക്ക് ഓൾറെഡി അറിയാം. L is equal to root of L into L plus 1 cross H. ഇനി ഇവിടെ തീറ്റ എന്ന് പറയുന്നത് is angle made by the angular momentum vector and the magnetic field. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പേസ് ക്വാണ്ടൈസേഷൻ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ L1 ഉള്ള കേസ് എടുക്കുക. അപ്പം ML ന് 3 പോസിബിൾ വാല്യൂസ് ആണ്. നമ്മൾ സ്പേസ് ക്വാണ്ടൈസേഷൻ ഡയഗ്രാം ഒക്കെ വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ദിസ് ഇസ് ML0, ML plus 1, ML minus 1. അപ്പം നമുക്കറിയാം ഇവിടെ ML ക്രോസ് എച്ച് ആണ് LZ വരിക. ML 1 ആകുമ്പോൾ 1 ക്രോസ് എച്ച്, ML 0 ആകുമ്പോൾ 0 ക്രോസ് എച്ച്, ആൻഡ് ML മൈനസ് 1 ആകുമ്പോൾ മൈനസ് ക്രോസ് എച്ച്. സോ ഈ സംഭവം മൈനസ്, ഇതാണ് നമുക്കറിയാം ഈ Z ആക്സിസ് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. സോ ദിസ് ഇസ് ദി ആംഗുലർ മൊമെന്റം വെക്ടർ. സോ തീറ്റ ഇസ് ദിസ് വൺ. ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇത് നമ്മൾ വരച്ചിരിക്കുന്നത് റൂട്ട് ഓഫ് L into L plus 1 ക്രോസ് എച്ച് ഉള്ള ഒരു സ്ഫിയർ ആണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ
ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ക്രോസ് എച്ച് ആണ്. L1 ആകുമ്പോൾ റൂട്ട് 2 ക്രോസ് എച്ച് ആയിരിക്കും. ഇത് നമുക്ക് കിട്ടി ML ക്രോസ് എച്ച് ആണ്. അപ്പം നമുക്ക് ഈ ട്രയാങ്കിൾ നോക്കാം. ട്രയാങ്കിൾ ABC നോക്കുകയാണെങ്കിൽ cos theta is equal to adjacent side AB by AC. The hypotenuse AC. AB എന്ന് പറയുന്നത് ML cross H and AC is root of L into L plus 1 cross H. So the cross H terms will cancel and we have cos theta is equal to ML divided by root of L into L plus 1. So the equation for the magnetic potential energy of an atom in the magnetic field is given by E by 2m into L by cos theta. That's equation number 5 and also. So here L equal to 2 എന്നുള്ളതാണ് വരച്ചിരിക്കുന്നത്. അവിടെയാണെങ്കിൽ നമുക്ക് cos theta കണ്ടുപിടിക്കാൻ പറ്റും. So this is root of L into L plus 1 and this is ML cross H. So from figure we can see that cos theta is equal to ML divided by root of L into L plus 1 and capital L can take values root of L into L plus 1 cross H. So substituting cos theta and L in equation number 5 we will get UM is equal to plus E by 2M LB cos theta. L is root of L into L plus 1 cross H. B cos theta is ML divided by root of L into L plus 1. So this root of L into L plus 1 and this one will cancel and we have EH cross by 2M into ML into B. So this quantity EH cross by 2M is called the Bohr magneton mu B. So mu B ML B. So the magnetic potential energy of an electron in a hydrogen atom which is placed in a magnetic field is given by UM is equal to mu B into ML into B. So this depends on the magnetic field. So in the absence of magnetic field, this one is 0, equal to 0 when B equal to 0. So this magnetic potential energy is present only when we have placed the atom in a magnetic field. And the value of Bohr magneton by substituting E cross H and M is the charge of the electron and cross H is H by 2 pi, M is the mass of the electron. So substituting this we will get the Bohr magneton as 9.274 into 10 to the power minus 24 joule per Tesla. So this is in SI units and we can convert this into electron volt units also by dividing by 1.6 into 10 raised to minus 19. So which is equal to 5.788 into 10 to the power minus 5 electron volt per Tesla. കാരണം നമുക്കറിയാം ഇതിന്റെ എനർജിയുടെ യൂണിറ്റ് ആണ്. ML is a quantum number, has no unit. So Bohr magneton's unit എന്ന് പറയുന്നത് Bohr magneton into B is having a unit of energy, joules. So Bohr magneton is having a unit joule per magnetic field, joule per Tesla. Okay, or electron volt per Tesla. So നമ്മൾ already കണ്ടിട്ടുണ്ട് the energy of the electron in the hydrogen atom is determined by the principal quantum number. According to the expression En is equal to E1 by n square. But that is in the absence of a magnetic field. So but in the presence of the magnetic field, the energy is E1 by n square plus the magnetic potential energy. So E1 by n square plus mu BB into ML. So this is mu BB into ML. So in the magnetic field, the energy of a particular atomic state depends on the value of ML as well as on the value of N.
So in the absence of the magnetic field, the energy of the atomic electron depends only on the principal quantum number n, but in the presence of the magnetic field, it will depend on ml as well. So a state of a total quantum number or principal quantum number n breaks up into several substates. അപ്പോൾ ഒരു എന്നിന് തന്നെ several ml values possible ആണ്. അപ്പോൾ ഓരോ ml-നനുസരിച്ചും അത് different levels ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. So their energies are slightly more or slightly less than the energy in the absence of the field. Absence of the field അത് E1 by n square മാത്രമായിരിക്കും. Presence of the field അത് E1 by n square plus ml into mu bb ആയിരിക്കും. അപ്പോൾ ml വാല്യൂ അനുസരിച്ച് ml-ന് പോസിറ്റീവ് വാല്യൂസ് ഉണ്ടാവാം, നെഗറ്റീവ് വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ടോട്ടൽ എനർജി ഇൻക്രീസ് ചെയ്യും, ml നെഗറ്റീവ് ആണെങ്കിൽ ടോട്ടൽ എനർജി ഡിക്രീസ് ചെയ്യും. സോ ദിസ് ഫിനോമിന ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് ഇൻഡിവിജ്വൽ സ്പെക്ട്രൽ ലൈൻസ്, അപ്പോൾ എനർജി ലെവൽസ് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പെക്ട്രൽ ലൈൻസും സ്പ്ലിറ്റ് ചെയ്യും. അത് നമുക്ക് വരച്ചിട്ട് നോക്കാം. So this phenomena of splitting of individual spectral lines into separate lines when an atom radiates in a magnetic field is called Zeeman effect. And we will see that the spacing of the levels depends on the magnitude of the magnetic field. So um is equal to ml into mu bb. And we have seen that the energy En is equal to E1 by n square. So in the absence of field, the total energy is En alone. So when B not equal to 0, in the presence of the magnetic field, the total energy is En plus ml into mu bb. Where mu b is the Bohr magneton. So this is the total energy. So which is E1 by n square plus ml into mu bb. So in the presence of the magnetic field, the total energy depends on the principal quantum number as well as the magnetic quantum number. So in the presence of the magnetic field, each level split. For example, നമുക്ക് n prime എന്ന് പറയുന്ന ഒരു ലെവൽ ഉണ്ട്. അതൊന്ന് n-ലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണെന്ന് കരുതുക. അപ്പം നമുക്കറിയാം ഇൻ ദി ആബ്സെൻസ് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്, ഇതിന്റെ എനർജി എന്ന് പറയുന്നത് h nu എന്ന് പറഞ്ഞാൽ En prime മൈനസ് En ആയിരിക്കും. സോ അപ്പൊ നമുക്കറിയാം സെലക്ഷൻ റൂൾ ഫോർ L എന്ന് പറയുന്നത് ഡെൽറ്റ L is equal to പ്ലസ് ഓർ മൈനസ് 1 ആണ്. അപ്പോൾ L2 നിന്ന് L1-ലേക്ക് അല്ലെങ്കിൽ L1 നിന്ന് L2-ലേക്കുള്ള ട്രാൻസിഷൻ നടക്കുള്ളൂ. അപ്പം നമ്മൾ ഈ n പ്രൈമിൽ തന്നെ L=2 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതൊന്ന് L=1-ലേക്കുള്ള ഒരു ട്രാൻസിഷൻ. അപ്പം L-നെ ഒന്നും ഈ ട്രാൻസിഷൻ്റെ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്കറിയാം ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ എനർജി എന്ന് പറയുന്നത് h nu is equal to En prime minus En ആണ്. So this is in the absence of the field. So in the presence of the field, what will happen? ഇതിന്റെ L2 ആണ്, ഇതിന്റെ L1 ആണ്. അപ്പോൾ L2 ആവുമ്പോൾ നമുക്കറിയാം ml-ന് 5 പോസിബിൾ വാല്യൂസ് ഉണ്ട്. -L2 plus L through 0. -2, -1, 0, 1, 2. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലെവൽസ് എല്ലാം സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ എനർജി മാത്രമല്ല, ദിസ് എനർജി എന്ന് പറയുന്നത് En പ്രൈം എന്ന് പറയുന്ന എനർജി അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ En പ്രൈം പ്ലസ് ml ഇൻറ്റു mu bb. അപ്പം ml-ന് 5 പോസിബിൾ വാല്യൂസ് ഉള്ളതുകൊണ്ട് 5 പോസിബിൾ ലെവൽസ് ആയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ഒരിടത്ത് ml 0 ആണ്, അപ്പോൾ അവിടെ En പ്രൈം തന്നെ ആയിരിക്കും. പിന്നെ En prime plus mu bb ml 1 ആകുമ്പോൾ, സോ ദിസ് ഇസ് En prime plus mu bb. ml 2 ആകുമ്പോൾ En prime plus 2 mu bb. then ml minus 1 ആകുമ്പോൾ En prime minus mu b.
ml -2 ആകുമ്പോൾ en പ്രൈം മൈനസ് 2 mu bb. Similarly, L equal to 1 state 3 levels ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതില് നമുക്കറിയാം En ആണ് ഇവിടുത്തെ എനർജി. അപ്പോൾ L ഇവിടെ 1 ആയതുകൊണ്ട് ml-ന് 3 പോസിബിൾ വാല്യൂസ് ഉണ്ടാവും. ml is equal to -1, 0, +1. ml 0 ആകുമ്പം En പ്രൈം, സോ അതിൻ്റെ എനർജി En ആണ്. En പ്ലസ് ഇവിടെ ml പകരം ml പ്രൈം ആയിരുന്നു, ml mu bb. ഇവിടെ En പ്രൈം അല്ല En. സോ En പ്ലസ് 0 En തന്നെ ആയിരിക്കും. ml 1 ആകുമ്പോൾ En പ്ലസ് mu bb. ml -1 ആകുമ്പോൾ En minus mu bb. So every level split into 2L plus 1 levels in the presence of a magnetic field. So we know that there are 2L plus 1 possible values of ml ranging from -L to +L through 0. So in the magnetic field, the total energy depends on the principal quantum number plus the magnetic quantum number. So every level will split according to its ml value. There are 2L plus 1 possible values for mls. So every level split into 2L plus 1 levels in the magnetic field. So L equal to 0 കേസിലാണെങ്കിൽ അവിടെ ml-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെ സ്പ്ലിറ്റിംഗ് ഉണ്ടാവില്ല. ബാക്കി എല്ലാത്തിലും അവിടെ സ്പ്ലിറ്റിംഗ് ആണ്. അപ്പൊ ഇതെല്ലാം ഈക്വലി സ്പേസ്ഡ് ആണ്. ഇവിടെ വരച്ചപ്പോൾ ചെറിയൊരു എറർ വന്നു, നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ എല്ലാം ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ലെവലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് mu bb ആണ്. This one is En prime, this one is En prime plus mu bb. So this difference is mu bb. So these are equally spaced. And this one is En prime plus 2 mu bb. അപ്പൊ ഇതും തമ്മിൽ mu bb. ഓരോന്നും തമ്മിൽ mu bb ആയിരിക്കും ഡിഫറൻസ് വരുന്നുണ്ടാവുക. mu bb. So here also this is En plus mu bb, En minus mu bb. So every level split into 2L plus 1 levels. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇനീഷ്യലി ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൽ ഈ എൻ പ്രൈമിന് എന്നിലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കുക. L equal to 1 നിന്ന് L equal to 2ലേക്ക് ഒറ്റ ലൈനാണ് നമുക്ക് കാണാം. അതിന്റെ ഫ്രീക്വൻസി നമ്മൾ μ0 ആണെന്ന് വിചാരിക്കുക. സോ ദിസ് വൺ ഇസ് μ0. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതെല്ലാം എനർജി ലെവൽസ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് സ്പെക്ട്രൽ ലൈനിന്റെ ഫ്രീക്വൻസി കാണണം. ഇപ്പൊ സ്പെക്ട്രൽ ലൈനിന്റെ ഫ്രീക്വൻസി, സ്പെക്ട്രൽ ലൈൻ എപ്പോഴാണ് കിട്ടുക? വെൻ ദർ ഇസ് എ ട്രാൻസിഷൻ ഫ്രം വൺ എനർജി ലെവൽ ടു അനദർ. ഈ എനർജി ലെവലിൽ നിന്ന് L equal to 2 L equal to 1 പോവാം. പക്ഷേ നമുക്കറിയാം ദർ ആർ സെലക്ഷൻ. ഇപ്പൊ എല്ലാ ലെവലിൽ നിന്നും ഇതിലേക്ക് താഴേക്ക് പോകാൻ പറ്റില്ല. ദർ ആർ സെലക്ഷൻ റൂൾസ് ഫോർ ml ഓൾസോ. അപ്പൊ നമുക്കറിയാം മുകളിൽ ഇതിന് നമുക്ക് ml പ്രൈംസ് എന്ന് വിളിക്കാം. ഇവിടെ ml പ്രൈം 2 ആണ്, -2 ആണ്. ml പ്രൈം -1 ആണിത്. ml പ്രൈം 0 ആണ്. ml പ്രൈം 1 ആണ്. ml പ്രൈം 2 ആണ്. അല്ലെ, ഇത് 2 ആയതുകൊണ്ടാണ് പ്ലസ് 2 mu bb വന്നത്. അതുപോലെ തന്നെ ഇത് ml 0, ml പ്ലസ് 1, ml -1. അപ്പൊ ഇവിടെ ട്രാൻസിഷൻ നടക്കുമ്പോൾ നമുക്ക് അതിന്റെ ml-ന്റെ സെലക്ഷൻ റൂളും കൂടെ നോക്കണം. സോ ദി സെലക്ഷൻ റൂൾ ഫോർ ml is given by delta ml equal to 0 plus or minus 1. So ml can change by plus or minus 1 or ml should not change. That is the selection rule for ml. അപ്പൊ നമുക്ക് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. അതായത് ml equal to delta ml 0 ഒന്ന് വരയ്ക്കാം, delta ml പ്ലസ് 1 വരയ്ക്കാം, delta ml -1 വരയ്ക്കാം. അപ്പൊ ആ ട്രാൻസിഷൻസ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ സ്പെക്ട്രൽ ലൈനിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഫീൽഡിലുള്ള ഫ്രീക്വൻസി മാത്രമല്ല, ദർ ആർ അഡീഷണൽ ലൈൻസ് ഓൾസോ. അപ്പോ ലെവൽസ് മാത്രമല്ല സ്പ്ലിറ്റ് ചെയ്യുന്നത്, സ്പെക്ട്രൽ ലൈൻസും സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാവുമ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസിഷൻ നടക്കുമ്പോഴാണ്. അതൊരു ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക്
ട്രാൻസിഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നു. ഈ ഫോട്ടോൺ നമ്മളൊരു സ്പെക്ട്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി ആബ്സെൻസ് ഓഫ് ഫീൽഡിൽ അവിടെ ഒരൊറ്റ രണ്ട് ലെവൽസ് തമ്മിൽ ട്രാൻസിഷൻ ഒരൊറ്റ ഫോട്ടോണെ ഉണ്ടായ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഇൻ ദി പ്രസൻസ് ഓഫ് ദി ഫീൽഡ് വിൽ ബി മോർ ദാൻ വൺ ലൈൻസ്. എത്ര ലൈൻസ് ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ദിസ് splitting of spectral lines by a magnetic field is called Zeeman effect. So it was Peter Zeeman who first observed the Zeeman effect in the year 1896. And we will see that the Zeeman effect is a confirmation for space quantization of orbital angular momentum. അത് നമ്മൾ പ്രൂവ് ചെയ്യും. So we have seen that ML can have 2L plus 1 possible values ranging from minus L to plus L through 0. So every state of orbital quantum number L split into 2L plus 1 substates that differ in energy by mu BB when the atom is placed in the magnetic field. So every level having an orbital quantum number L split into 2L plus 1 sublevels. So the difference between each sublevel is mu BB. So delta ML, but delta ML cannot take all possible values. It can take only 3 possible values: 0, plus 1, minus 1. So അപ്പോൾ ആദ്യം നമുക്ക് ഡെൽറ്റ എം എൽ 0 ഉള്ള ട്രാൻസിഷൻസ് കാണിക്കാം. L=2 നിന്ന് L=1 അപ്പോൾ ട്രാൻസിഷൻസ് ഡെൽറ്റ എം എൽ 0 എന്ന് പറയുമ്പോൾ എം എൽ മൈനസ് എം എൽ പ്രൈം, ഫൈനൽ ലെവലിന്റെ എം എൽ മൈനസ് ഇനീഷ്യൽ ലെവലിന്റെ എം എൽ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പൊ രണ്ട് ലെവൽസിലെ എം എൽസ് സെയിം ആയിട്ടുള്ള രീതിയിലെ ട്രാൻസിഷൻസ് നടക്കാവും. 0 ആണ് ഡെൽറ്റ എം എൽ, ദർ ഇസ് നോ ചേഞ്ച് ഇൻ എം എൽ. അപ്പോൾ ട്രാൻസിഷൻസ് കുറച്ചുകൂടെ കാണിക്കാനായിട്ട് നമ്മൾ വേറൊരു ഡയഗ്രാം വരച്ചിരിക്കുകയാണ്. സോ ഡെൽറ്റ എം എൽ ഈക്വൽ ടു 0 ഇങ്ങനെ പ്ലോട്ട് ചെയ്യാൻ നോക്കാം. അതായത് എം എൽ ഇപ്പൊ ഇവിടെ -1 0 +1 താഴെയുള്ള ലെവൽസ് ഉള്ളൂ, മുകളിൽ 5 പോസിബിൾ വാല്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതിലേക്ക് ട്രാൻസിഷൻ വരും? -1 നിന്ന് -1 സോ -1 to -1, 0 to 0, ഓക്കെ, +1 to +1. അപ്പൊ ഈ 3 ട്രാൻസിഷനും ഡെൽറ്റ എം എൽ എന്ന് പറയുന്നത് 0 ആണ്. സോ ദിസ് ഇസ് ഡെൽറ്റ എം എൽ കറസ്പോണ്ട്സ് ടു 0. അതുപോലെ തന്നെ ഡെൽറ്റ എം എൽ +1 ആയിട്ട് നമുക്ക് വരയ്ക്കാം. ഡെൽറ്റ എം എൽ ഈക്വൽ ടു +1 മീൻസ് എം എൽ മൈനസ് എം എൽ പ്രൈം ഇസ് +1. അപ്പൊ എം എൽ എന്ന് പറയുന്നത് എം എൽ പ്രൈം +1 ആയിരിക്കും. എം എൽ ഇസ് 1 ഗ്രേറ്റർ ദാൻ എം എൽ പ്രൈം. അപ്പൊ ആ രീതിയിൽ നമുക്ക് നോക്കാം. അതായത് അപ്പൊ ഈ ട്രാൻസിഷൻസ് എങ്ങനെയായിരിക്കും നടക്കുക? ഒരു പെർട്ടിക്കുലർ എം എൽ പ്രൈം എന്ന് പറഞ്ഞാൽ എം എല്ലിനേക്കാളും 1 കുറവാണ്. സോ എം എൽ 0 ഇന്ന് എം എൽ പ്രൈം 0 ഇന്ന് എം എൽ 1 ട്രാൻസിഷൻ. അതുപോലെ എം എൽ -1 നിന്ന് എം എൽ പ്രൈം -1 നിന്ന് 0 ട്രാൻസിഷൻ. അതുപോലെ -2 നിന്ന് -1 ട്രാൻസിഷൻ. നോക്കിക്കേ, ഈ 3 കേസിലും എം എൽ മൈനസ് എം എൽ പ്രൈം എന്ന് പറയുന്നത് ഇവിടെ -1 -2 +1 ആയി, 0 -1 +1 ആയി, 1 -0. So for all these cases delta ml is equal to +1. അതുപോലെ തന്നെ ഡെൽറ്റ എം എൽ -1 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എം എൽ മൈനസ് എം എൽ പ്രൈമസ് -1.
ml is equal to ml prime minus 1. ml ചെറുതായിരിക്കും, ml prime ഹയർ ആയിരിക്കും. അപ്പോൾ ഈ ട്രാൻസിഷൻസ് കാണിക്കുകയാണെങ്കിൽ 2 1 ട്രാൻസിഷൻ, അതുപോലെ 1 0 തൊട്ട് താഴെയുള്ള ml വാല്യൂസിലേക്കുള്ള ട്രാൻസിഷൻ ആണ്. അതുപോലെ 0 -1. So there are 9 possible transitions in this case. അപ്പോൾ L വാല്യൂ ഡിഫറെൻ്റ് ആകുമ്പോൾ കൂടുതൽ ട്രാൻസിഷൻസ് ഉണ്ടാവാം. ഇവിടെ നമ്മൾ L 2 L1 എടുത്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ഡെൽറ്റ ml ഇസ് -1. ഇവിടെ 9 ട്രാൻസിഷൻസ് ഉണ്ടെങ്കിലും 9 സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടോയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കാരണം നോക്കിക്കേ, ഇതിന്റെ എനർജി നിങ്ങൾ കണ്ടുപിടിക്കണം. അതായത് ഈ ലൈനിന്റെ എനർജി ആണെങ്കിൽ ഇതിന്റെ പെർട്ടിക്കുലർ എനർജി മൈനസ് ദിസ് എനർജി. നോക്കിക്കേ, En പ്രൈം മൈനസ് മ്യൂ ബി ബി. ഇതോ എൻ്റെ ഇന്ന ലെവല് En മൈനസ് മ്യൂ ബി ബി. ഇത് മൈനസ് ചെയ്യുമ്പോൾ En പ്രൈം മൈനസ് മ്യൂ ബി ബി മൈനസ് ഓഫ് En മൈനസ് മ്യൂ ബി ബി. ഈ മൈനസ് മൈനസ് പ്ലസ് ആവും, മ്യൂ ബി ബി ക്യാൻസൽ ചെയ്യും. En പ്രൈം മൈനസ് En തന്നെ ആയിരിക്കും ഈ ലെവലിൻ്റെ ഇത് വരുന്നത്. ഇതിൻ്റെ നോക്കിക്കേ, ഇവിടെ En പ്രൈം ആണ്, ഫൈനൽ ലെവൽ En ആണ്. En പ്രൈം മൈനസ് En. ഇവിടെ നോക്കിക്കേ, En പ്രൈം പ്ലസ് മ്യൂ ബി ബി, ഇതും En പ്ലസ് മ്യൂ ബി ബി. രണ്ടിടത്തും പ്ലസ് മ്യൂ ബി ബി ഉണ്ട്, അതങ്ങ് ക്യാൻസൽ ചെയ്യും. En പ്രൈം മൈനസ് En. ഇപ്പം ഈവൻ തോ ഇവിടെ 9 ട്രാൻസിഷൻസ് ഉണ്ടെങ്കിലും ഈ 3 ലൈൻസിൻ്റെയും എനർജി സെയിം ആയിരിക്കും, എനർജി സെയിം ആയ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. ഇനി നോക്കിക്കേ, ഇതിൻ്റെ വരുന്നത് En, ഇവിടെ വരുന്നത് നോക്കിക്കേ, ഇതിലെ ഫൈനലിൽ En പ്ലസ് മ്യൂ ബി ബി. ഇപ്പോൾ വരുമ്പോൾ En പ്രൈം മൈനസ് En മൈനസ് മ്യൂ ബി ബി വരും. സോ ഈ ലൈനിൻ്റെ അതുപോലെ ഈ ലൈനിൻ്റെ, അപ്പോൾ ഈ 3 ലൈനിനും സെയിം ഫ്രീക്വൻസി ആയിരിക്കും. ഇനി അതുപോലെ ഇത് ചെക്ക് ചെയ്യാം. En പ്രൈം പ്ലസ് 2 മ്യൂ ബി ബി മൈനസ് En പ്ലസ് മ്യൂ ബി ബി. അപ്പം അങ്ങനെ ആവുമ്പോൾ ഡിഫറൻസ് വരിക En പ്രൈം മൈനസ് En പ്ലസ് മ്യൂ ബി ബി. ഈ ലൈനിൻ്റെ അതുപോലെ ആയിരിക്കും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഈ ലൈനിൻ്റെ. സോ ഈവൻ ദോ ദർ ആർ 9 ട്രാൻസിഷൻസ്, ദർ ആർ ഓൺലി 3 frequencies present, or there are only 3 spectral lines. ഓരോന്നിന്റെ എനർജി നമ്മൾ കണ്ടു. ഫസ്റ്റ് ലൈനിന്റെ എനർജി എന്ന് പറയുന്നത് ഇനീഷ്യൽ എനർജി തന്നെയാണ്, En പ്രൈം മൈനസ് En. പിന്നെ വരുന്നത് En പ്രൈം മൈനസ് En മൈനസ് മ്യൂ ബി ബി. നെക്സ്റ്റ് En പ്രൈം മൈനസ് En പ്ലസ് മ്യൂ ബി ബി. അപ്പോൾ ഇങ്ങനെ ട്രാൻസിഷൻസ് ഇത്രയുണ്ടെങ്കിലും ഈ 3 ട്രാൻസിഷൻസിനും സെയിം എനർജി ആയിരിക്കും. എനർജി നമ്മൾ എങ്ങനെ നോക്കാന്ന് മനസ്സിലായി. ഈ ഏതാണ് സ്റ്റാർട്ട് ചെയ്ത ആ ലെവലിന്റെ എനർജി നോക്കുക, അതെന്ന് എൻഡ് ചെയ്യുന്ന ഈ ലെവലിന്റെ എനർജി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോണിന്റെ എനർജി കിട്ടും. സോ വി നോ ദാറ്റ് ദി എനർജി ഓഫ് ദി എമിറ്റഡ് ഫോട്ടോൺ ഇസ് ഈക്വൽ ടു ദി എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലെവൽസ്. അപ്പോൾ En പ്രൈം മൈനസ് Eനും En പ്രൈം മൈനസ് En മൈനസ് മ്യൂ ബി ബിയും En പ്രൈം മൈനസ് En പ്ലസ് മ്യൂ ബി ബിയും ആണ് എനർജീസ്. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ഒരൊറ്റ എനർജി ഉണ്ടായിരുന്നുള്ളൂ, ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൽ En പ്രൈം മൈനസ് En മാത്രം. സോ ഇൻ ദി പ്രസൻസ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ദർ ആർ 3 എനർജീസ് ഫോർ ദി ഫോട്ടോൺ. എനർജി ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫോട്ടോണിന്റെ ഫ്രീക്വൻസിയും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇനീഷ്യലി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ന്യൂ നോട്ട് ആണെന്ന് വിചാരിക്കാം, H ന്യൂ നോട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതും H ന്യൂ നോട്ടാണ്, അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ന്യൂ നോട്ടാണ്. H കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എനർജി H കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് H ന്യൂ നോട്ട് മൈനസ് മ്യൂ ബി ബി ആണ്. ഇത് H ന്യൂ നോട്ട് പ്ലസ് മ്യൂ ബി ബി ആണ്. അപ്പം ഇതിൻ്റെ ഫ്രീക്വൻസീസ് നമുക്ക് കാണണം. ന്യൂ 1 എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ ഫ്രീക്വൻസി ആണെങ്കിൽ ഇറ്റ് ഇസ് H ന്യൂ നോട്ട് മൈനസ് മ്യൂ ബി ബി by H, which is ന്യൂ നോട്ട് മൈനസ് മ്യൂ ബി ബി ബൈ H. മ്യൂ ബി ബി വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മ്യൂ ബി ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H ക്രോസ് ബൈ 2m ആണ്. H ക്രോസ് ബൈ 2m B ഡിവൈഡഡ് ബൈ H. Hനെ ക്രോസ് Hനെ H ബൈ 2π എഴുതാം. ന്യൂ നോട്ട് മൈനസ്
EH by 2 ഇവിടെ ഉണ്ട് 2 pi 4 pi m HB. So H അങ്ങ് കട്ട് ചെയ്യും. mu0 minus EB by 4 pi m ആണ് mu1 വരിക. അതുപോലെ so mu1 is mu0 minus EB by 4 pi. We can see that mu1 is less than mu0 by an amount EB by 4 pi m. So similarly, we can find the frequency of the other line. So the frequency of this line is mu0 and this one is mu1 and frequency of this is mu2. So mu2 is equal to this divided by h. mu2 is equal to h nu naught plus mu bb whole divided by h, which is h nu naught plus mu bb by h, and we have already found the value of mu bb by h, which is eb by 4 pi m. So mu0 plus eb by 4 pi m. So in the absence of the magnetic field, there is only one line having frequency mu0. So in the presence of the magnetic field, we can have 3 lines. One is mu0 in the initial position itself, and the other is having a frequency greater than mu0, which is mu0 plus EB by 4 pi m, and the third one is having a frequency less than mu0, which is mu0 minus EB by 4 pi m. So we have 3 lines instead of a single line. So this splitting of spectral lines in the presence of magnetic field is called Zeeman effect, and this is generally normal Zeeman effect. Anomalous എന്താന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. So on the normal Zeeman effect, every line split into 3, and the separation between these 2 individual lines is EB by 4 pi m. So E is a constant, M is another constant, and the separation between these lines depends only on the magnetic field B. Whenever we increase the magnitude of the magnetic field, the separation between the lines increases. So in this absence of field, there is only one line. When we apply a small field, there will be 3 lines separated by EB by 4 pi m. And when we increase the field, the separation also increases, since the separation is proportional to the applied magnetic field. So why there are 3 lines only? So this is because of the 3 selection rules. അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പർ ലെവലിൻ്റെ എനർജി EN പ്രൈം പ്ലസ് ML പ്രൈം mu BB ആണ്. ലോവറിൻ്റെ ദിസ് ഇസ് ദി എനർജി ഓഫ് ദി അപ്പർ ലൈൻ E1, E initial. E final is EN plus ML into mu BB, where ML is the magnetic quantum number of the final state and ML prime is the magnetic quantum number of the initial state. So the energy of this photon emitted h nu is equal to EI minus EF. So that is equal to EN prime minus EN plus ML prime minus ML mu B. En prime minus En is h nu naught. So this is delta ML mu BB. So delta ML can have only 3 values. So when delta ML equal to 0, h nu is equal to h nu naught itself. That corresponds to the initial frequency. When delta ML is 1, h nu is equal to h nu naught plus mu BB, and when delta ML is, so this is nu 0, corresponding nu 0, then namukku nu 2 nu vilikam, the nu 1, h nu naught minus mu BB, നേരത്തെ കിട്ടിയ values ആണ്. So why there are 3 lines? Because of the selection rules. Since delta ML can take only 3 values, 0, plus 1 and minus 1. So there are only 3 frequencies present. But delta ML കുറച്ചും കൂടെ അധികം values ഉണ്ടെങ്കിൽ അതെല്ലാം possible ആയിരുന്നു. But the magnetic quantum number changes only by 0, plus 1 or minus 1. So
here delta ml can take only 3 possible values, and therefore we have 3 lines in the Zeeman effect. So every line split into 3 lines, and the separation between the lines is EB by 4 pi m. So this one is called normal Zeeman effect also. So this one is normal Zeeman effect. So because of the 3 selection rules of magnetic quantum number ml, we can have 3 components, 3 lines. Every line split into 3 components. So in the normal Zeeman effect, there is a splitting of spectral line of frequency nu0 into 3 components, whose frequencies are nu0 minus EB by 4 pi m, nu0 and nu0 plus EB by 4 pi m. അപ്പോൾ ഈ ലെവൽസ് തമ്മിലുള്ള സ്പേസിങ് നമ്മൾ കണ്ടു മ്യൂ ബി ബി ആണ്. പക്ഷെ ഈ സ്പെക്ട്രൽ ലൈൻസ് നമുക്ക് കിട്ടുന്നത് അത് തമ്മിലുള്ള സ്പേസിങ് എന്ന് പറയുന്നത് EB by 4 pi m ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി വരച്ചതാണ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരയ്ക്കുക, സ്പേസിങ് ഈക്വൽ ആകുന്ന രീതിയിൽ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഡെൽറ്റ ml +1 ആകുമ്പോൾ നമുക്ക് nu0 മൈനസ് EB by 4 pi m ഫ്രീക്വൻസിയുള്ള ലൈൻസ് കിട്ടുന്നു. ഡെൽറ്റ ml 0 ആകുമ്പോൾ nu0 വരുന്നു. ഡെൽറ്റ ml -1 ആകുമ്പോൾ nu0 പ്ലസ് EB by 4 pi m ആണ് വരുന്നത്. ഓക്കെ, സോ എവറി ലൈൻ split into 3. So this is the spectrum. Without the magnetic field, there is only one line, nu0, and with the magnetic field, there are 3 lines with separation EB by 4 pi m. So in the normal Zeeman effect, the spectral line of frequency nu0 split into 3 components. Why there are 3 components? Because of the selection rules for ml. So delta ml can take only 3 values. So there are 3 components. So every line split into 3 components when the atoms are placed in a magnetic field. So one component is nu0 and others are less than and greater than nu0 by an amount EB by 4 pi m. So there are 3 components because of the selection rule. So the splitting of spectral lines in this presence of magnetic field is called a Zeeman effect. And in normal Zeeman effect, every line split into 3 with a separation EB by 4 pi m. Anomalies കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഡീറ്റെയിൽ ആയിട്ടല്ല, അതിന്റെ എലിമെന്ററി കൺസെപ്റ്റ്സ് പഠിക്കും. അപ്പോൾ Zeeman effect എന്ന് പറയുന്നത് നോർമൽ Zeeman effect മാത്രമല്ല, അനോമലസ് Zeeman effect ഉണ്ട്. അനോമലസിൽ ഇതുപോലെ ആയിരിക്കില്ല സ്പ്ലിറ്റിംഗ് വരുന്നത്. Okay, now we can do one problem. A sample of certain element is placed in a 0.3 Tesla magnetic field and suitably excited. How far apart are the Zeeman components of the 450 nanometer spectral line of this element? So we have seen that in normal Zeeman effect, the separation between the lines is EB by 4 pi m. So there are 3 lines, nu0, nu0 plus EB by 4 pi m and nu0 minus EB by 4 pi m. So delta nu here is EB by 4 pi m. So B is given, B is 0.3 Tesla. പക്ഷെ നമുക്ക് ന്യൂ അല്ല തന്നിരിക്കുന്നത്. ന്യൂ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇത് EB by 4 pi m വെച്ച് ഡിറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചാൽ മതി. ബട്ട് ഹിയർ ലാംഡ is given. ലാംഡ is equal to 450 നാനോമീറ്റർ. അപ്പൊ നമുക്ക് ഡെൽറ്റ ന്യൂ അല്ല അപ്പൊ കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ ലാംഡയാണ്. ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ഇൻ നാനോമീറ്റേഴ്സ്. കാരണം ലാംഡ തന്നതുകൊണ്ട് ഡെൽറ്റ ലാംഡ തന്നെ കണ്ടുപിടിക്കണം. ഡെൽറ്റ ന്യൂ കണ്ടുപിടിച്ചാൽ പോരാ. ഫ്രീക്വൻസി സെപ്പറേഷൻ അല്ല, അവിടെ വേവ് ലെങ്ത് സെപ്പറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ലാംഡയും ന്യൂവും റിലേറ്റഡ് ആണ്. ലാംഡ ന്യൂ is equal to C and lambda is equal to C by nu. അപ്പോൾ നമുക്ക് ഡെൽറ്റ ലാംഡ, പക്ഷേ ഒരിക്കലും നിങ്ങൾ എറർ വരുത്തരുത്. ഡെൽറ്റ ലാംഡ ഇസ് നോട്ട് ഈക്വൽ ടു സി ബൈ ഡെൽറ്റ ന്യൂ, ഇങ്ങനെ എഴുതാൻ പാടില്ല. കാരണം ഈ ഡെൽറ്റ ലാംഡ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ആണ്. ലാംഡ 1 മൈനസ് ലാംഡ 2 ആണ്. അതുപോലെ ഡെൽറ്റ ന്യൂ എന്ന് പറഞ്ഞാൽ ന്യൂ 1 മൈനസ് ന്യൂ 2 ആണ്. അതായത് നമുക്ക് ലാംഡ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ലാംഡ 300 ആണെന്ന് കരുതുക. അങ്ങനെ ആകുമ്പോൾ ന്യൂ എന്തായിരിക്കും? ലാംഡ ഇൻറ്റു ന്യൂ സി വരുന്ന അല്ലേ,
സി എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ്. അപ്പൊ ന്യൂ എന്ന് പറഞ്ഞാൽ 10⁶ ആയിരിക്കും. ഇനി ലാംഡ 30 ആണെങ്കിൽ ന്യൂ എന്ന് പറയുന്നത് 10⁻7 ആയിരിക്കും വരിക. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഈ ഡിഫറൻസ് ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് 270 ആണ്. അതുപോലെ ഈ ഡിഫറൻസ് എന്താ വരിക? 10⁻7 മൈനസ് 10⁻6, അതായത് 10 × 10⁻6 മൈനസ് 1 × 10⁻6, അതായത് 9 × 10⁻6 ആണ് വരുന്നത്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് സി കിട്ടില്ല. അതായത് ഇത് ഡെൽറ്റ ന്യൂ ആണ്, ഡെൽറ്റ ലാംഡ ആണ്, ഇത് ഡെൽറ്റ ന്യൂ ആണ്. സോ ഡെൽറ്റ ലാംഡ × ഡെൽറ്റ ന്യൂ ഇസ് നോട്ട് ഈക്വൽ ടു സി. ന്യൂ × ലാംഡ മാത്രമാണ് സി വരുന്നത്. അതിൽ ചേഞ്ച് ഒരിക്കലും സി ആയിട്ട് വരുന്നില്ല. അപ്പൊ നമുക്ക് ഈ മെത്തേഡിൽ അത് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഡെൽറ്റ ന്യൂ EB/4πm അറിയാം. അപ്പൊ നിങ്ങൾ നേരിട്ട് C/EB/4πm ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എറർ വരും. അപ്പൊ ആ മെത്തേഡ് നമ്മൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാം. അതായത് ലാംഡ തന്നിട്ടുണ്ടല്ലോ, അപ്പൊ ലാംഡ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂ എന്ന് പറയുന്നത് C/λ ആയിരിക്കും. ന്യൂ കണ്ടുപിടിക്കാം. ഡെൽറ്റ ന്യൂ നമുക്കറിയാം അല്ലെ, EB/4πm ആണ്. അപ്പോ ന്യൂ പ്ലസ് ഡെൽറ്റ ന്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം. അതിനെ നമ്മൾ ന്യൂ 1 എന്ന് വിളിക്കുകയാണ്. അതായത് ചേഞ്ച് ഫ്രീക്വൻസി. ന്യൂ പ്ലസ് ഡെൽറ്റ ന്യൂ ഉണ്ട്, ന്യൂ മൈനസ് ഡെൽറ്റ ന്യൂ ഉണ്ട്. രണ്ട് ഫ്രീക്വൻസീസ് പോസിബിൾ ആണ് നമുക്കറിയാം സീമാൻ ഇഫക്റ്റിൽ. ഒന്ന് EB/4πm ആഡ് ചെയ്തു, മറ്റേത് EB/4πm മൈനസ് ചെയ്തു. ഇനി ന്യൂ 1 ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ന്യൂ 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ കറസ്പോണ്ടിങ് ലാംഡ 1 എന്ന് പറയുന്നത് C/ന്യൂ 1 ആയിരിക്കും. ഇപ്പൊ ലാംഡ 1 അറിയാം, ഓൾറെഡി ഇനീഷ്യൽ ലാംഡ അറിയെങ്കിൽ ഡെൽറ്റ ലാംഡ ഇസ് ഈക്വൽ ടു ലാംഡ 1 മൈനസ് ലാംഡ. ഈ മെത്തേഡിൽ കാണും. അപ്പൊ ഇത് കുറച്ചധികം കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഇതിനേക്കാളും എളുപ്പ വഴിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. നമുക്കറിയാം സി, അതായത് ന്യൂ ലാംഡ എന്ന് പറയുന്നത് സി ആണ് അല്ലെ. അപ്പോ ന്യൂ ഇസ് ഈക്വൽ ടു C/λ. പക്ഷെ നമുക്ക് ഇവിടെയുള്ള ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കണം. വി ഹാവ് ടു ടേക്ക് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്. So taking derivative on both sides we will get d nu is equal to c എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. 1/λ ഡെറിവേറ്റീവ് മൈനസ് 1/λ² into d lambda. So this is the derivative. ഡെറിവേറ്റീവിനെ നമുക്ക് ഡെൽറ്റയുടെ ചേഞ്ചിന്റെ ടേമിൽ എഴുതാം. ഡെൽറ്റ ന്യൂ is equal to minus c/λ² into ഡെൽറ്റ ലാംഡ. അപ്പൊ ഇവിടെ ഈ നെഗറ്റീവ് സൈൻ ഇടേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് സീമാൻ ഇഫക്റ്റിൽ ചേഞ്ച് രണ്ട് ഡിറക്ഷനിലുണ്ട്, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പൊ അതുപോലെ ഫ്രീക്വൻസിയിൽ EB/4πm ഇൻക്രീസും ഉണ്ട്, EB/4πm ഡിക്രീസും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ വേവ് ലെങ്ത്തിലും ഉണ്ടാവും. അപ്പൊ ഈ സൈൻ ഇടണമെന്നില്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതിന്റെ മോഡുലസ് എടുക്കാം C/λ² ഡെൽറ്റ ലാംഡ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഡെൽറ്റ ലാംഡ ഇസ് ഈക്വൽ ടു λ² c ഇൻറ്റു ഡെൽറ്റ ന്യൂ എന്ന് കിട്ടുന്നു. അപ്പൊ നമുക്ക് ഡെൽറ്റ ന്യൂ ഓൾറെഡി അറിയാം, EB/4πm ആണ്. λ² c EB/4πm. അപ്പൊ ഈ മെത്തേഡിലും നിങ്ങൾക്ക് ഡെൽറ്റ ലാംഡ കാണാം. കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. രണ്ട് മെത്തേഡിലും നിങ്ങൾ ചെയ്തിട്ട് ഒന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ ലാംഡ ഇസ് λ² c ഇൻറ്റു ഡെൽറ്റ ന്യൂ. ഡെൽറ്റ ന്യൂ ഇസ് EB/4πm and substituting the values we can find that delta lambda, the change in wavelength, is equal to 0.00283 nanometers. So we have three lines. Initially 450 nanometer ഉണ്ടാവും, പിന്നെ 450 plus 0.00283 nanometer ഒരു ലൈൻ, അതുപോലെ തന്നെ 450 minus 0.00283 nanometer is other line. So this is Zeeman effect. So the Zeeman effect is a confirmation for
സ്പേസ് ക്വാണ്ടൈസേഷൻ ഓഫ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം. അതായത് ഇങ്ങനെ സ്പേസ് ക്വാണ്ടൈസേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് കോസ് തീറ്റയ്ക്ക് ml/√L/L+1 ക്രോസ് എച്ച് വാല്യൂ കിട്ടിയത്. അതുകൊണ്ടാണ് നമുക്ക് എനർജിക്ക് μb × ml/v. ഇങ്ങനെ സ്പേസ് ക്വാണ്ടൈസേഷൻ ഇല്ലെങ്കിൽ കോസ് തീറ്റയ്ക്ക് എല്ലാ വാല്യൂസും പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നും കുറെ അധികം വാല്യൂസ് ഉണ്ടാവും. സോ സ്പ്ലിറ്റിംഗ് ഇതുപോലെ ആയിരിക്കില്ല. സോ സീമാൻ ഇഫക്റ്റ് ഇസ് എ കൺഫർമേഷൻ ഫോർ സ്പേസ് ക്വാണ്ടൈസേഷൻ ഓഫ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം. ഓക്കെ, അപ്പൊ ഈ സ്പേസ് ക്വാണ്ടൈസേഷൻ കൊണ്ടാണ് LZ-ന് ml ക്രോസ് എച്ച് എന്ന് പറയുന്ന വാല്യൂ കിട്ടിയത്. സോ ദാറ്റ് ഇസ് സ്പേസ് ക്വാണ്ടൈസേഷൻ. സോ cos theta is LZ/L. Since theta is the angle made by the orbital angular momentum with respect to z direction, or which is the direction of the applied magnetic field. So space quantization ഉള്ളത് കൊണ്ട് cos theta ml/√L/L+1 ആയി മാറി. അതുകൊണ്ട് തന്നെ നമുക്ക് മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത് equal to ml into μ_bb. So the magnetic potential energy is quantized due to space quantization. So if there is no space quantization, cos theta can take all the possible values, and can also take a set of values, continuous values, discrete values ആയിരിക്കില്ല ഉണ്ടാവുക. ഇവിടെ ന് സ്പേസ് ക്വാണ്ടൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഡിസ്ക്രീറ്റ് സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. കാരണം ml1 ആവുമ്പോൾ μbb, ml0 ആവുമ്പോൾ 0, ml-1 ആവുമ്പോൾ -μbb etc. So if there is no space quantization, can have a continuous set of values. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പെക്ട്രൽ ലൈൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 3 ഡിസ്ക്രീറ്റ് ലൈൻസിന് പകരം ഇങ്ങനെ ബ്ലേർഡ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. ഡിസ്ക്രീറ്റ്നെസ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഡിസ്ക്രീറ്റ്നെസ്സിന് ഈ സീമാൻ ഇഫക്റ്റിൽ 3 ലൈൻസ് ഡിസ്ക്രീറ്റ് ആയിട്ട് കാണാനുള്ള റീസൺ എന്ന് പറയുന്നത് സ്പേസ് ക്വാണ്ടൈസേഷൻ ആണ്. സോ സീമാൻ ഇഫക്റ്റ് is a direct verification for the space quantization of orbital angular momentum. So if space quantization was not there, we will not get 3 discrete lines. Instead, we will get a continuous spectra. Zeeman effect is an experimental confirmation of space quantization of orbital angular momentum. So LZ equal to ml cross h എന്ന് പറയുന്ന ആ സ്പേസ് ക്വാണ്ടൈസേഷൻ ഇക്വേഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ സീമാൻ ഇഫക്റ്റിൽ നമുക്ക് 3 ഡിസ്ക്രീറ്റ് ലൈൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇഫ് there was no space quantization, we should get a continuous spectra. So it is the Zeeman effect is the experimental confirmation of space quantization of orbital angular momentum. Okay, thank you.